സതീശന് മുഖ്യമന്ത്രിയാവാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. കോൺഗ്രസ് രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം വി ഡി സതീശന് മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല. അങ്ങോട്ട് കിടന്ന് ഓടിയത് മെച്ചം. അവസാനം പുറത്താവും. പിന്നെ അതാണ് കോൺഗ്രസ് രാഷ്ട്രീയം. ഓടിയവന് ഒരു വിലയില്ല. അവന് കറിവേപ്പില മാതിരി എടുത്തു കളയും. അല്ലാത്തവർ അവിടെ നിന്ന് വന്നിറങ്ങും. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി അങ്ങനെ ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഊഹിക്കാം ആരാന്നുള്ളത്. നമുക്ക് വരുമ്പോൾ കാണാമല്ലോ ആരാ എന്താണ് ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ 2 വർഷത്തിന് ശേഷം രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു നേതൃത്വത്തിലാണ് ഇപ്പം പാർട്ടി മുന്നോട്ട് പോകുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ വിലയിരുത്തുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് കാണുന്നത്? അദ്ദേഹം നമ്മളൊന്നും കാണുന്ന ഒരാളല്ല. പുറത്ത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അറിയില്ല, ചിലർ പറയും മലയാളം ശരിയല്ല, അങ്ങനെയല്ല ഇങ്ങനെ. പക്ഷെ ഇത്രയും ഷൂഡായിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ കണ്ടിട്ടില്ല. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ആരോടും ഡിസ്കസ് ചെയ്യില്ല. അദ്ദേഹം ഡിസ്കസ് ചെയ്യുക അവിടെ മാത്രമാണ്. പക്ഷേ എനിക്കിപ്പോൾ കൂടെ നിന്നിട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്ന ആളായതുകൊണ്ട് എനിക്ക് ആരെന്ത് കാണിച്ചാലും എനിക്കപ്പോൾ മനസ്സിലാവും. അവിടെ നല്ല കാര്യങ്ങളെല്ലാം വരുമ്പം ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ പ്രസിഡന്റ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഒന്നും അളക്കാൻ ആർക്കും പറ്റില്ല. അത് ചിലപ്പോൾ എന്താ പറയണ്ടേ, ആളുടെ ഔദ്യോഗിക ജീവിതത്തിലും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിൽ നിന്ന് അദ്ദേഹം എത്തിയ രീതി, അതെല്ലാം അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിൽ. പിന്നെ ഈ പറഞ്ഞൊരു മനുഷ്യൻ എത്ര പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി എനിക്ക് തന്നെ തോന്നും ചിലപ്പോൾ. കാരണം ഒരു മാസമായിട്ട് അദ്ദേഹത്തിന് തീരെ സുഖമില്ലാണ്ട് പോലും നമ്മളൊക്കെ പറഞ്ഞു പ്രസിഡന്റ് ഇങ്ങനെ ഇതായിട്ട് നടന്നു ഇല്ല. അദ്ദേഹം ഒരു വാശിയിലാണ്. ഞാൻ വന്നത് ഒരു കാര്യത്തിന്, ഒരു ദൗത്യത്തിനാണ്, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുള്ളൂ എന്നുള്ളതാണ്. അതിന് എന്ത് ത്യാഗവും അദ്ദേഹം സഹിക്കും. ഈ മത്സരിക്കുന്ന കാര്യം സുരേഷ് ഗോപിയായിട്ട് സംസാരിച്ചിരുന്നു. സുരേഷ് ഗോപിയായിട്ട് ഇതല്ലാണ്ട് ഞാൻ സംസാരിച്ചു. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹം എൻ്റെ സ്വന്തം സഹോദരനായിട്ടാണ് ഞാൻ പണ്ടേ നമ്മുടെ വീട്ടിൽ വരാറുണ്ട്, നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാറുണ്ട്. അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരേഷിനെ എൻ്റെ ഒരു സ്വന്തം ബ്രദറായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഞാൻ അറിയുന്ന സുരേഷ് ഗോപി, അദ്ദേഹം ആ പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം മനസ്സിലൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. നമ്മളല്ലേ, ശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇപ്പം ഞാനൊക്കെ ഒരു രാഷ്ട്രീയക്കാരത്തിയാണ്. ഞാൻ ജനിച്ച ഇത് കണ്ടതാണ്. അപ്പോൾ എനിക്ക് എന്ത് പറയണം എന്ത് പറയണ്ട എന്നറിയാം. അദ്ദേഹത്തിന് ഉള്ളിൽ തോന്നിയത് അദ്ദേഹം പറയും, അത്രയേ ഉള്ളൂ. അത് അടുത്തറിയുന്നവർക്ക് അറിയാൻ പറ്റും ആളുടെ സ്വഭാവം. പക്ഷെ അദ്ദേഹം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. ഈ രാഹുൽ മാങ്കൂട്ടം പ്രസ്താവനകളിലൂടെ ഒരുപാട് മുറിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും ആരോപണങ്ങൾ വന്നിട്ടും രാഹുലിനെ MLA സ്ഥാനം രാജിവെപ്പിക്കാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് എന്താണ്? പലരും അദ്ദേഹത്തെ പേടിക്കുന്നുണ്ടാവും, അത് ഉറപ്പാണ്. അദ്ദേഹം ഇവരൊക്കെ ഒരു എന്താ പറയണ്ട, അവിടുത്തെ ഒരു കോക്കസ്, പണ്ടും കോക്കസിന് ഭയങ്കര ഇതാണ്. ഇവരൊരു കോക്കസാണ്, അതിലെല്ലാ ബന്ധങ്ങളും ഉണ്ട് തമ്മിൽ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി പണ്ടൊക്കെ പറയും, ഏതെങ്കിലും എതിർകക്ഷി എന്തെങ്കിലും തലപൊക്കിയ ഫയൽ എടുത്ത് കാണിക്കുന്നത് ഇപ്പോൾ ഫയലല്ല, ഇപ്പോൾ വേറെയാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ഇവർക്കൊക്കെ പേടിയാണ്. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം ദൈവം വലിയൊരാളാണ്. കാരണം അന്ന് എൻ്റെ അമ്മേനെയും അച്ഛനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അന്ന് ഓടിയ ഓട്ടാണ് കാല് വെന്ത നായയുടെ മാതിരി. പിന്നെ അങ്ങനെ ഒരു കാല് നിലത്ത് കുത്തിയിട്ടില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇതിൽ ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സുണ്ട്. ഇപ്പോൾ അവർ ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യണത്. അതെങ്ങനെയാണെന്ന് നമുക്കറിയാം. പൈസ കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്ത് വേണമെങ്കിൽ ചെയ്യിക്കാം. അത്രയേ ഉള്ളൂ അതിനെ ഞാൻ കാണുന്നത്. ശരിക്കുള്ള നല്ല കുടുംബങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാരെ ഒരിക്കലും അംഗീകരിക്കില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. അത് കാര്യം വേറെ. ആരാണ് സംരക്ഷിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ? സംരക്ഷിക്കേണ്ട ആൾക്കാർ കൂടെ തന്നെ ഉണ്ടല്ലോ. നമ്മൾ പേരെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ കേരളത്തിലെ ആൾക്കാർ വിഡ്ഢികളൊന്നുമല്ല, അവർ നല്ല വിവരമുള്ളവരാ. അവർക്ക് മനസ്സിലാവും ആരാണ് സംരക്ഷിക്കണേ, എന്തുകൊണ്ടാണ് സംരക്ഷിക്കണേ എന്നൊക്കെ മനസ്സിലാവും. ഈ അച്ഛനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും, പ്രത്യേകിച്ച് ഈ മുരളി മന്ദിരത്തിൽ നിന്ന് തൃശ്ശൂരിന്റെ മണ്ണിൽ ഇറങ്ങുന്നത്. അപ്പോൾ എന്താണ് പ്രാർത്ഥനയിൽ പറയുന്നത്? ഇല്ല, ഞാൻ അങ്ങനെ എനിക്ക് ഇന്ന കാര്യം വേണം, ഭഗവാനോട് പോലും ഞാൻ പറയാറില്ല എനിക്ക് ഇന്നത് വേണം. എനിക്ക് എന്താ നല്ലതെന്ന് ഭഗവാന് തോന്നുന്നത് ചെയ്തോളാനാണ് ഞാൻ പറയാം. പാർട്ടി എൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ് മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കും. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, മത്സരിക്കുകയാണെങ്കിൽ അത് എൻ്റെ തൃശ്ശൂരിലായിരിക്കും.